കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പർച്ചേസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോഴും പലരും ക്ലിയർ അല്ല. നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കോൺസെപ്റ്റിനെ ക്ലിയർ ആക്കി പോകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സേ ഇതെൻ്റെ കാർ. ഓക്കെ, അപ്പം ആസ് യൂഷ്വൽ ഞാൻ നോർമൽ ഡേയ്സിൽ വർക്കിന് പോകുന്ന പോലെ രാവിലെ ഇട്ട് വർക്കിന് പോവാം. അപ്പോൾ രാവിലെ ഉണ്ട് ഞാൻ നോക്കാൻ നേരത്ത് എൻ്റെ വണ്ടിയിൽ ഓൾറെഡി 2 ലിറ്റർ പെട്രോൾ ഉണ്ടായിരുന്നു. ഓക്കെ, 2 ലിറ്റർ പെട്രോൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ആൻഡ് പോകുന്ന വഴിക്ക് ഞാനൊരു 8 ലിറ്റർ പെട്രോൾ എക്സ്ട്രാ അടിച്ചു. സംശയം മാത്രം കേട്ടോ, ഈ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഫിഗേഴ്സ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. 8 ലിറ്റർ പെട്രോൾ അടിച്ചു. ഇപ്പം കാറിൽ ടോട്ടൽ എത്ര പെട്രോൾ ഉണ്ട്? 10 ലിറ്റർ പെട്രോൾ ഉണ്ട്. എത്ര? 10 ലിറ്റർ പെട്രോൾ. ആൻഡ് ഈ സെയിം 10 ലിറ്റർ പെട്രോളിനകത്ത് വൈകിട്ട് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നപ്പം ബാലൻസ് കാണിക്കുന്നത് 3 ലിറ്റർ പെട്രോളാണ് ബാക്കി കാണിക്കുന്നത്. ഓക്കെ, 10 ലിറ്ററിനകത്ത് 3 ലിറ്ററാണ് ബാക്കി കാണിക്കുന്നത്. അപ്പോൾ ബാക്കി എത്ര ലിറ്റർ പെട്രോളാണ് മിസ്സിങ്? 7 ലിറ്റർ. ആ 7 ലിറ്റർ പെട്രോൾ എന്ത് ചെയ്ത്? ഞാൻ ട്രാവൽ ചെയ്യാൻ നേരത്ത് എണ്ണ കത്തി തീർന്നടാ. ആ 7 ലിറ്റർ പെട്രോൾ ഞാൻ യൂസ് ചെയ്ത്. ഓക്കെ, ഈ സെയിം സാധനം നിങ്ങൾക്ക് ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പക്കയായിട്ട് മനസ്സിലാവും. ഈ 2 ലിറ്റർ എന്താ? രാവിലെ ഞാൻ എൻ്റെ കട തുറക്കാൻ നേരത്ത് എൻ്റെ കടയിൽ 2 യൂണിറ്റ് ഗുഡ്സ് അവിടെ ഇരിക്കുന്നു. ആ സാധനം എന്താ? ഓപ്പണിംഗ് സ്റ്റോക്കടാ. രാവിലെ കട തുറന്നപ്പോൾ കടയിൽ ഓൾറെഡി ഇരിക്കുന്ന സ്റ്റോക്ക് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ആൻഡ് പോകുന്ന വഴിക്ക് ഞാൻ വീണ്ടും അഡീഷണൽ കുറച്ച് ആഡ് ചെയ്തു. ഈ 8 എണ്ണം എന്താ? 8 യൂണിറ്റ് ഞാൻ എക്സ്ട്രാ പർച്ചേസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 8 ലിറ്റർ പർച്ചേസ് ചെയ്തു. ആൻഡ് വൈകിട്ട് കട ക്ലോസ് ചെയ്യാൻ നേരത്ത് ബാക്കി 3 യൂണിറ്റ് ഇരിക്കുന്നു. ആ 3 യൂണിറ്റ് എന്താടാ? ക്ലോസിങ് സ്റ്റോക്കടാ. ഈ 7 ലിറ്റർ എന്നടാ? 7 ലിറ്റർ എന്നാ? 7 ലിറ്റർ നമ്മൾ യൂസ് ചെയ്തു. അതായത് 7 യൂണിറ്റ് നമ്മുടെ ബിസിനസ്സുമായിട്ട് പറയുമ്പോൾ നമ്മൾ സെയിൽ ചെയ്തു, ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ട് പോയി. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ കിട്ടുന്നുണ്ടോ? രാവിലെ ഓൾറെഡി 2 ലിറ്റർ ഉണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് 8 ലിറ്റർ എക്സ്ട്രാ അടിച്ചു. അപ്പം ടോട്ടൽ എത്രയായി? 10 ലിറ്റർ പെട്രോളായി. ഓക്കെ, 10 ലിറ്റർ പെട്രോളിനകത്ത് വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ ബാക്കി 3 ലിറ്റർ, അതായത് 7 ലിറ്റർ യൂസ് ചെയ്തു. 7 യൂണിറ്റ് സെയിലായി. ആൻഡ് ഈ 7 ലിറ്ററിൻ്റെ കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ വിറ്റ് തീർത്ത എമൗണ്ട്, അതായത് വിറ്റ് തീർത്ത ഐറ്റത്തിന് എത്ര രൂപ കിട്ടിയോ അതുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. ആ വിറ്റ ഐറ്റത്തിന് നമുക്കുണ്ടായ ചിലവാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. മനസ്സിലായോ? അല്ലാതെ പർച്ചേസ് അല്ല മാച്ച് ചെയ്യുന്നത്. മിക്കവർക്കും ഉള്ളൊരു മിസ്കോൺസെപ്റ്റാണ് ലൈക്ക് സെയിൽസുമായിട്ട് മാച്ച് ചെയ്യുന്നത് പർച്ചേസാണ്. അത് തെറ്റാണ്, ഭയങ്കര ഒരു മണ്ടത്തരം. അത് സെയിൽസുമായിട്ട് നമ്മൾ എപ്പോഴും മാച്ച് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ്. അതായത് ഈ വിറ്റ സാധനത്തിന് നമുക്കുണ്ടായ ചിലവ്, ഈ ചിലവെന്ന് പറയുമ്പം അതിൻ്റെ പർച്ചേസിങ് കോസ്റ്റ് വരും. പിന്നെ ആ സെയിം സ്ഥാനം സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടായ ക്യാരിയിങ് കോസ്റ്റ് വരും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും വരും. ഇതെല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ കറക്റ്റ് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ കാണിച്ചു തരാം. രാവിലെ കട തുറന്നപ്പോൾ 2 ലിറ്റർ പെട്രോൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ആൻഡ് പോകുന്ന വഴിക്ക് 8 ലിറ്റർ എക്സ്ട്രാ അടിച്ചു. ഇപ്പം ടോട്ടൽ എത്രയായി? ടോട്ടൽ 10 ലിറ്റർ. ആൻഡ് ഈ 10 ലിറ്ററിൽ നിന്ന് 7 ലിറ്റർ, അതായത് ഇതിൽ നിന്ന് 7 ലിറ്റർ മൈനസ് ചെയ്യുക. അതായത് 7 ലിറ്റർ നമ്മൾ യൂസ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 3 ലിറ്റർ. ഓക്കെ, ഇതെന്നാ? ഈ 2 ലിറ്ററാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ 8 ലിറ്ററാണ് അഡീഷണൽ ഉണ്ടായ പർച്ചേസ്. ഈ 7 ലിറ്റർ എന്നാ? സെയിലായിപ്പോയ ഐറ്റം. ഒരിക്കലും സെയിൽസിൻ്റെ വാല്യൂ അല്ല നമ്മളോട് എടുക്കുന്നത്. സെയിലായി പോയ ഐറ്റം എത്ര? 7 എണ്ണം. ഈ 7 എണ്ണത്തിനുണ്ടായ സെയിലായ ഐറ്റത്തിനുണ്ടായ കോസ്റ്റാണ് COGS എന്ന് പറഞ്ഞ് നമ്മൾ ഷോർട്ട് ഫോമിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് എഴുതുന്നത്. ഈ 3 ലിറ്റർ എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് കട അടയ്ക്കാൻ നേരത്ത് ബാക്കിയുണ്ട്. അതായത് CLS എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതാം. എക്സാമിന് എഴുതില്ലേ, ഞാൻ ജസ്റ്റ് പഠിപ്പിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം എഴുതാം കേട്ടോ. നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ എഴുതി വെക്കില്ല, ഒരു കാരണവശാലും അവർ വെട്ടിക്കളയും. COGS എന്നാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് വിറ്റ വസ്തുക്കൾക്ക് നമുക്കുണ്ടായ ചിലവാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം? നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ മാത്രം എഴുതുക, ഒരു സൈഡ് ഇട്ടിട്ട് ബാക്കി എല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി നോക്കി ജസ്റ്റ് നോക്ക്. അതായത് ഈ 2 ലിറ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു, 2 ലിറ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു, 8 ലിറ്റർ എക്സ്ട്രാ അടിച്ചു, വൈകിട്ട് ബാക്കി വന്നത് 3 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ യൂസ് ചെയ്തു? ബാക്കി 7 ലിറ്റർ നമ്മൾ യൂസ് ആക്കി.
ആൻഡ് ഈ 2 ലിറ്റർ എന്നാ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഈ 7 ലിറ്റർ എന്നാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ സെയിം സംഭവം തന്നെയാണ് ട്രേഡിംഗ് അക്കൗണ്ടും വർക്കാവുന്നത്. നിങ്ങളതിൻ്റെ ലോജിക്ക് ഇപ്പം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കാം. ഈ സൈഡിൽ എന്നൊക്കെ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ സൈഡിൽ എന്നൊക്കെ വരുന്നത് സെയിൽസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, നമ്മളിനി എന്തൊക്കെയാണ് മാച്ച് ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതി, പർച്ചേസ് നമ്മൾ എഴുതി, പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ കൂടെ വരുന്ന ബാക്കി ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. ഇനി ഇതെല്ലാം ടോട്ടലിൻ്റെ ഇതിനകത്ത് വിൽക്കാതെ പോയ ബാക്കിയിട്ടുണ്ടല്ലോ. ഈ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്നാ വിറ്റ് പോയതിന് നമുക്ക് കിട്ടിയതല്ലേ. ഇനി ആ വിറ്റ് പോയതിന് നമുക്കുണ്ടായ ചിലവായിട്ടില്ല നമുക്ക് മാച്ച് ചെയ്യേണ്ടത് മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരം, അല്ലാതെ പർച്ചേസുമായിട്ടല്ല മാച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വിറ്റിട്ടില്ലല്ലോ, ഇതിന് റവന്യൂ ആവത്തതേ ഉള്ളൂ. ഇതുവരെ റവന്യൂ ആയിട്ടില്ല എന്നും പറഞ്ഞ് ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ ഇരിക്കുന്ന ലോസ് ആണോ? അല്ല, ഭാവിയിൽ റവന്യൂ ആവേണ്ട സാധനം. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത സാധനമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് എടുത്തു കളയണം. ഈ ക്ലോസിംഗ് സ്റ്റോക്കിന് എന്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെസ് ചെയ്ത് എഴുതുന്നതിന്, അതായത് ഇവിടെ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്നതിന് ഈക്വൽ അല്ലേടാ ഇപ്പുറത്തെ സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഡെബിറ്റിന് ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡ് എഴുതുന്നത് ഡെബിറ്റ് സൈഡിൽ നിന്ന് കുറയ്ക്കുന്നതിന് തുല്യമല്ലേ? മനസ്സിലായോ? അതായത് ഇവിടുന്ന് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇട്ട് എഴുതുന്നതിന് പകരമാണ് നമ്മൾ അപ്പുറത്ത് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഈ സംഭവം എന്തോ, ഈ ഫുൾ സംഭവത്തെയാണ് നമ്മൾ ഇപ്പം പഠിച്ച കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. മനസ്സിലായോ? അതായത് സെയിൽസുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഒരിക്കലും പർച്ചേസ് അല്ല. അത് മിക്കവാറും തെറ്റിദ്ധാരണയാണ്. ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത് പർച്ചേസ് അല്ല. സെയിൽസുമായിട്ട് മാച്ച് ചെയ്യുന്നത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ് മാച്ച് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോജിക്ക് തന്നെ അതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ സെയിൽസുമായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇപ്പം ലോജിക്ക് മനസ്സിലായ? എടാ ഇത്ര ഉള്ളടാ സംഭവം. ഇങ്ങനെ ഓരോ കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുമെങ്കിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും. അതായത് ആ ബിഹൈൻഡ് ലോജിക്ക് നമുക്ക് വൺസ് ഒറ്റവട്ടം ക്ലിക്കായാൽ മതി, നമുക്ക് എന്ത് സുഖമായിരിക്കും എന്ന് അറിയിച്ചാൽ ഒരു ബേർഡനായിട്ട് നമുക്ക് തോന്നത്തില്ല. കാണാതെ പഠിക്കേണ്ട പർച്ചേസ് എവിടെ എഴുതണം, ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതണം, സെയിൽസ് എവിടെ എഴുതണം, ക്ലോസിംഗ് സ്റ്റോക്കാണോ ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കാണോ അപ്പുറം. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഈ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താടാ എവിടെ ഇടണോ ഒന്നും നമുക്കതിന് കാണാതെ പഠിക്കുക എന്നൊരു സംഭവം അവിടെ ഇല്ല. ബാക്കി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റ് ഇതുപോലെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് തന്നെ നമുക്ക് പോകാം. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് ഇതുവരെയും ക്ലിയർ ആകാത്തവർക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് കോൺസെപ്റ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല എങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക, നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ബൈ.